ഭീതിജനകമായ കഥകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഏറെ പ്രിയപ്പെട്ടവയാണ് വാമ്പയർ കഥകൾ. ഇരുട്ടിൽ വന്നു രക്തമൂറ്റി കുടിക്കുന്ന മനുഷ്യരുടെ ഉദ്വേഗജനകമായ കഥകൾ പറയുന്ന നിരവധി സാഹിത്യരചനകളും ചലച്ചിത്രങ്ങളുമുണ്ട്. വാമ്പയറുകൾ സാഹിത്യത്തിൽ പ്രത്യക്ഷപ്പെട്ടത് 18-ാം നൂറ്റാണ്ടിലാണ്. ആ കഥ കേട്ടോളൂ. സീക്രട്ട് ഡയറി. 18-ാം നൂറ്റാണ്ട് ഏതാണ്ട് പകുതിയോടത്ത കാലത്ത് സെർബിയയിൽ അത്യധികം ഭീതിജനകമായ ചില സംഭവങ്ങൾ അരങ്ങേറി. കാലത്ത് മരണപ്പെട്ട ചിലർ തങ്ങളുടെ ബന്ധുക്കളെയും അയൽക്കാരെയും കഴുത്തു ഞെരിച്ചു കൊല്ലുന്നതിനായി രാത്രികാലങ്ങളിൽ വന്നുകൊണ്ടിരുന്നു. ഈ രംഗങ്ങൾ നേരിട്ട് കണ്ട പലരും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മരണമടഞ്ഞു. ഇതൊരു നിത്യസംഭവമായപ്പോൾ മൃതദേഹങ്ങൾ അടക്കം ചെയ്ത സ്ഥലങ്ങൾ തുറന്നു നോക്കുവാൻ അവിടെയുള്ളവർ തീരുമാനിച്ചു. അവിടെ അവർ കണ്ടതോ രക്തരക്ഷസുകളെ പറ്റി കേട്ടുപഴകിയ കഥകളിലെ പോലെ മുടിയും നഖവും വളർന്നു വായിൽ രക്തവുമായി അഴുകാത്ത മൃതശരീരങ്ങൾ. ജനങ്ങളെ ആകെ ഭീതിയിലാഴ്ത്തിയ ഈ സംഭവങ്ങളിൽ നിന്നുമാണ് വാമ്പയറുകൾ ആദ്യമായി സാഹിത്യത്തിൽ ഇടം നേടുന്നത്. 1748 ഹെൻറിച്ച് ഓഗസ്റ്റ് ഓസൻഫെൽഡേഴ്സ് ദി വാമ്പയർ എന്ന കവിതയിലൂടെയാണ് രാത്രികാലങ്ങളിൽ ജനങ്ങളെ ഭീതിയിലാഴ്ത്തുന്ന രക്തദാഹികളെക്കുറിച്ച് ആദ്യമായി എഴുതിയത്. ജർമ്മൻ ഭാഷയിലാണ് കവിത എഴുതപ്പെട്ടത്. പിന്നീട് ഇംഗ്ലീഷ് ഭാഷയിൽ വാമ്പയറുകളെക്കുറിച്ചുള്ള കഥകൾ പ്രചാരം നേടി. അസാധാരണ സാഹചര്യങ്ങളിൽ കൊല്ലപ്പെടുന്നവരെക്കുറിച്ചുള്ള വാർത്തകൾ ലണ്ടനിലെ പത്രങ്ങളിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടു. ഇതേ തുടർന്ന് അക്കാലത്തെ പല എഴുത്തുകാരും തങ്ങളുടെ രചനകളിൽ രക്തദാഹികളെ കേന്ദ്രകഥാപാത്രമാക്കി തുടങ്ങി. റോബേർട്ട് സൗദെ എഴുതിയ താലബ ദി ഡിസ്ട്രോയർ എന്ന കവിതയാണ് വാമ്പയർ ആദ്യമായി പ്രത്യക്ഷപ്പെട്ട ഇംഗ്ലീഷ് സാഹിത്യകൃതി എന്ന് വിശ്വസിക്കപ്പെടുന്നു. രക്തദാഹികൾക്ക് തങ്ങളുടെ ഇരകളുമായി ഏതെങ്കിലും വിധത്തിലുള്ള ബന്ധമുണ്ടാകും എന്ന യൂറോപ്യൻ വിശ്വാസത്തിന്റെ ചുവടുപിടിച്ചായിരുന്നു കവിത. വാമ്പയറുകളെക്കുറിച്ചുള്ള സാഹിത്യശാഖയിൽ സുപ്രധാന ചുവടുവയ്പായത് 1819 ജോൺ വില്യം പോയിഡോറി രചിച്ച ദി വാമ്പയർ എന്ന നോവലായിരുന്നു. ഈ നോവലിന്റെ ചുവടുപിടിച്ച് നിരവധി ഭീതിജനകമായ കഥകളും നോവലിന്റെ നാടകാവിഷ്കാരവുമെല്ലാം രൂപപ്പെട്ടു. അങ്ങനെ രക്തദാഹികളെക്കുറിച്ചുള്ള സാഹിത്യരചനകൾ ഇംഗ്ലീഷ് സാഹിത്യത്തിന്റെ സുപ്രധാന ഘടകവുമായി. 50 വർഷത്തിനു ശേഷം ഷെരിഡൻ ലെ ഫെനുവാണ് ആദ്യമായി ഒരു സ്ത്രീയെ വാമ്പയറായി ചിത്രീകരിക്കുന്നത്. 1872 പുറത്തിറങ്ങിയ കാർമില്ല എന്ന സാഹിത്യ സൃഷ്ടിയിലൂടെയായിരുന്നു അത്. പിന്നീട് ബ്രാം സ്റ്റോക്കറുടെ ഡ്രാക്കുളയും റിച്ചാർഡ് മാത്സണിന്റെ എയാം ലെജൻഡും അടക്കം നിരവധി രചനകൾ സാഹിത്യലോകത്തിന് ലഭിച്ചു. രാത്രികളിൽ രക്തദാഹവുമായി മനുഷ്യനെ തേടിയിറങ്ങുന്ന വാമ്പയറുകൾ സാഹിത്യരചനകളിലൂടെ നാശമില്ലാതെ ഇന്നും സ്വൈര്യവിഹാരം നടത്തുന്നു.